നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര കുന്നത്തൂർക്കോവിലിലെ ഷഷ്ഠിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം നടത്തി. വാസുപുരം ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവം വൃശ്ചികത്തിലെ 30 ശനിയാഴ്ചയായ 16-ന് ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ പ്രമേയമാക്കി കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഒരുക്കിയ ഹ്രസ്വചിത്രം രക്തബന്ധു പുറത്തിറക്കി. കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ കമ്മിറ്റി ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയ വ്യാപാരോത്സവം സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചാലക്കുടി നഗരസഭ 3-ാം വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പാർട്ടി നിർദ്ദേശപ്രകാരം അവസാനിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര കുന്നത്തൂർക്കോവിലിലെ ഷഷ്ഠിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു. കൊടകര പൂനിലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തിയ അവലോകന യോഗത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ചാലക്കുടി തഹസീൽദാർ ജേക്കബ്, ചാലക്കുടി DYSP K സുമേഷ്, കൊടകര SHO PK ദാസ്, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ, സെക്രട്ടറി E രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും വിവിധ വകുപ്പ് മേധാവികളും ഷഷ്ഠി സമുദായ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഡിസംബർ 7-നാണ് ചരിത്ര പ്രസിദ്ധമായ കൊടകര ഷഷ്ഠി. പഞ്ചായത്ത് ഇടാത്തതല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ, അതുപോലെ തന്നെ റോഡിൽ ഹാങ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് മാറ്റിത്തരാൻ എന്നുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വാട്ടർ അതോറിറ്റി എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. വാട്ടർ അതോറിറ്റി പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത് നാട്ടിക പ്രോജക്റ്റാണ്. നമ്മുടെ ഇവിടുത്തെ ചാലക്കുടി വാട്ടർ സ്ത്രീകളുടെ ശബരിമല, മധ്യ കേരളത്തിലെ ശബരിമല എന്നിങ്ങനെ അറിയപ്പെടുന്ന കൊടകര വാസുപുരം ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവം വൃശ്ചികത്തിലെ 30 ശനിയാഴ്ചയായ നവംബർ 16-ന് ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്രതശുദ്ധിയുടെ പൊൻപുലരിയിൽ കാനന നടുവിലെ കലിയുഗവരതനെ കൺകുളിർക്കെ വണങ്ങാനും മലമുകളിലെ ക്ഷേത്രസന്നിധിയിലെ പുനർജനി തൊഴുന്ന് പാപമുക്തി നേടാനുമായി ആയിരങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തും. പുലർച്ചെ 4-ന് തന്ത്രി ഏറനൂർ മനയ്ക്കൽ പ്രസാദ് നമ്പൂതിരി ക്ഷേത്ര നട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് നിർമ്മാല്യം, 4:15-ന് അഭിഷേകങ്ങൾ, 4:30-ന് ഗണപതി ഹോമം, 5-ന് ഉഷപൂജ, കലശപൂജ, 5:30 മുതൽ ശാസ്താംപാട്ട്, 10:30 മുതൽ അന്നദാനം, 12-ന് കലശാഭിഷേകം, ഉച്ചപൂജ, 12:30-ന് കോമരം തുള്ളൽ, വൈകിട്ട് 6-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:30-ന് ഹരിവരാസനം, നടയടപ്പ് എന്നിവയാണ് പരിപാടികൾ. മൂലംകുടം സമുദായം, കാരണവർ, വീട്ടിച്ചോട് യുവജന സംഘം, പാപ്പാളിപ്പാടം ദേശം, വാസുപുരം വടക്കുമുറി സമാജം, ആറേശ്വരം സെന്റർ, ഇത്തുപ്പാടം സെന്റർ, യുവജന സംഘം ഇത്തുപ്പാടം വടക്കുമുറി യുവസംഗമം, കിഴക്കുമുറി യുവജന സംഘം എന്നിങ്ങനെ 10 കാവടി സംഘങ്ങൾ ആഘോഷത്തിൽ പങ്കാളികളാകും. മൂലംകുടം സമുദായം സെറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 7:30-ന് മൂലംകുടം സ്കൂൾ മൈതാനിയിൽ പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ടിമേളവും നടക്കുമെന്ന് ദേവസ്വം ഓഫീസർ M സുധീർ, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് AK രാജൻ, സെക്രട്ടറി PR അജയ് ഘോഷ്, ട്രഷറർ KR രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഷഷ്ഠി മഹോത്സവം നവംബർ 16-ാം തീയതി, അതായത് കൊല്ലവർഷം 1200 വൃശ്ചികം 1-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച നടക്കുകയാണ്. എല്ലാ വർഷവും നടത്തി വരാറുള്ള അതുപോലെ തന്നെ ഈ വർഷവും വളരെ ഭംഗിയായി ആഘോഷപൂർവ്വം തന്നെയാണ് ഷഷ്ഠി ഈ വർഷം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വൃശ്ചികം 1-ഉം 30 ശനിയാഴ്ചയും ഷഷ്ഠിയും ഒരു ദിവസമായിട്ട് വന്നിരിക്കുകയാണ്. കൊച്ചി ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തരും നല്ല സമാധാനപരമായിട്ടും സൗഹാർദ്ദപരമായിട്ടും എല്ലാവരും എത്തിച്ചേരുക. എല്ലാ 10 കാവടി സെറ്റുകളിലെ ആഘോഷങ്ങളും
നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ പ്രമേയമാക്കി കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഒരുക്കിയ ഹ്രസ്വചിത്രം രക്തബന്ധു പുറത്തിറക്കി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുനിൽ കുമാർ കെ അധ്യക്ഷത വഹിച്ചു. ഹ്രസ്വചിത്രത്തിന്റെ സംവിധായകൻ സുധീർ വെള്ളിക്കുളങ്ങരയെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രിൻസിപ്പാൾ സുധീർ M, ഹെഡ്മാസ്റ്റർ താജുദ്ദീൻ KK, പൊതുപ്രവർത്തകൻ KR സോമനാഥൻ, PTA അംഗം NV ബിജു, സീനിയർ അസിസ്റ്റന്റ് ഡിംപിൾ, NSS പ്രോഗ്രാം ഓഫീസർ TS സ്വപ്ന എന്നിവർ സംസാരിച്ചു. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ആളുകളെ വിളിച്ച് ഇങ്ങനെ രക്തം കൊടുക്കുന്ന ഒരു വലിയ സംഘടന DYFI എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഏറ്റവും അധികം രക്തം ദാനം ചെയ്ത ഒരു യുവജന സംഘടന കൂടിയാണ് DYFI. അത്തരം പ്രവർത്തകരെയൊക്കെ വിളിച്ചിട്ട് നമ്മളിത് പറയാറുണ്ട്. ആ രക്തം കിട്ടി എന്നൊരു മെസ്സേജ് കിട്ടുന്നത് വരെ മനസ്സിലൊരു ആശങ്കയാണ് അല്ലേ. റയർ ബ്ലഡുകൾ, ഓപ്പറേഷൻസ്, സർജറിയാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് കുറേ ആളുകളുടെ നമ്പറൊക്കെ കൊടുക്കും. അത് കിട്ടിയെന്ന് പറഞ്ഞൊരു റിപ്ലൈ കിട്ടുന്നത് വരെ മനസ്സിലൊരു വല്ലാത്ത ആശങ്കയാണ്. കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ കമ്മിറ്റി ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയ വ്യാപാരോത്സവം സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊടകര പന്തലൂക്കാരൻ സിൽക്സിന് സമീപം നടത്തിയ സമ്മാന വിതരണം പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. KTGA ചാലക്കുടി മേഖലാ പ്രസിഡന്റ് പോളി പന്തലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരോത്സവം ചെയർമാൻ ജോജു ജി പുല്ലൻ, ട്രഷറർ സിൻഡോ ദേവസി, ഷാജി കാളിയങ്കര, ജോയൽ, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷവും ഈ വർഷവും കൊടകരയിൽ വിറ്റ കൂപ്പണുകൾക്കാണ് 70% സമ്മാനം കിട്ടിയതെന്ന് പോളിച്ചേട്ടൻ ഇവിടെ പറഞ്ഞു. തീർച്ചയായും നമ്മുടെ കൊടകര വളരെ വലിയൊരു വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ പന്തലുകാരനായാലും കെയറായാലും എല്ലാ സ്ഥാപനത്തിലായാലും ഏതൊരു വിശേഷം വന്നാലും ഇവിടെ ഈ കൊടകരയിൽ കാലുകുത്താൻ പോലും സ്ഥലമില്ലാത്തത്ര ഒരു അവസ്ഥയാണ് നമ്മൾ കാണാറ്. കഴിഞ്ഞ വർഷം നമുക്ക് ഈ വ്യാപാരോത്സവത്തിൽ 1ാം സമ്മാനം അടക്കമുള്ള ബഹുഭൂരിപക്ഷം സമ്മാനങ്ങളും കൊടകരയിൽ നിന്ന് വിറ്റ ടിക്കറ്റുകൾക്കാണ് ലഭിച്ചത്. ഈ വർഷം അതുപോലെ തന്നെ 1ാം സമ്മാനം അടക്കമുള്ള ബഹുഭൂരിപക്ഷം സമ്മാനങ്ങളും ഈ വർഷം കൊടകര പഞ്ചായത്തിൽ നിന്ന് വിറ്റ പർച്ചേസ് ചെയ്ത വ്യക്തികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി സ്ത്രീയുടെ 2 കാലുകൾ നഷ്ടപ്പെട്ടു. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. കൊച്ചുവേളി കോർബ എക്സ്പ്രസ്സാണ് തട്ടിയത്. കരുനാഗപ്പള്ളി സ്വദേശിനി ശുഭകുമാരിക്കാണ് അപകടം സംഭവിച്ചത്. KSRTC കണ്ടക്ടറാണ് ശുഭകുമാരി. ദേശീയപാത പുതുക്കാട് കാറിലിടിച്ച് നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്ന കാറിനടിയിൽ അകപ്പെട്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കൊരട്ടി സ്വദേശി ഇളംകുന്നപ്പുഴ വീട്ടിൽ 26 വയസ്സുള്ള ജസ്റ്റിൻ ജോയിക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ പുതുക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോയിരുന്ന കാറിൽ ഇടിച്ചുമറിഞ്ഞ ബൈക്ക് യാത്രികൻ പുറകിൽ വന്നിരുന്ന കാറിനടിയിൽ അകപ്പെടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് കാർ ഉയർത്തിയാണ് ബൈക്ക് യാത്രികനെ പുറത്തെടുത്തത്. പുതുക്കാട് പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ചാലക്കുടി നഗരസഭ 3ാം വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പാർട്ടി നിർദ്ദേശപ്രകാരം അവസാനിപ്പിച്ചു. വത്സൻ ചമ്പക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിച്ച് UDF പാർലമെന്ററി പാർട്ടി യോഗം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൗൺസിൽ യോഗത്തിൽ എടുക്കാൻ തീരുമാനിച്ചു. മുതിർന്ന കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇടപെട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം സമരം അവസാനിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ബിജു എസ് ചിറയത്ത്, MM അനിൽകുമാർ, ജോർജ് തോമസ്, തോമസ് മാളിയേക്കൽ, തോമസ് മേലേപ്പുറം, സാബു കാട്ടാളൻ എന്നീ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട 3ാം വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര ചില ആളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് ഒരു ദിവസം ഇന്നലെ തൊട്ട് ഒരു സമരമായി ഇവിടെ ഇരിക്കുകയായിരുന്നു. പാർട്ടിയുടെ ഉയർന്ന തലത്തിലുള്ള നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ശ്രീ എബി ജോർജ്, അതുപോലെ ശ്രീ ഷിബു വാലപ്പൻ, ബിജു വക്കീൽ, ജോർജ് കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ, വൈസ് ചെയർമാൻ ആലീസ് അടക്കം, തോമസ് ഏട്ടൻ,
ചാലക്കുടിയിലെ കോൺഗ്രസിൻ്റെ കോട്ടയിലെ മഹാത്മാഗാന്ധി സോഷ്യൽ ഫോറത്തിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും അതുപോലെ സാബു എല്ലാവരും അടക്കം നടത്തിയ ചർച്ചയുടെ ഫലമായിട്ട് വത്സൻ ഈ നടത്തുന്ന സമരം നിരുപാധികം പിൻവലിക്കണമെന്ന് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടത്തിവരുന്ന സമരം നിർത്താൻ വത്സൻ തീരുമാനിച്ചു. എന്നാൽ വരന്തരപ്പള്ളി മേഖലയിൽ നിരന്തരം മോഷണം നടത്തിയ 2 പേരെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി. വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശികളായ കല്ലായി വീട്ടിൽ മുഹമ്മദ് ത്വയ്ബ്, മൂഴിയിൽ ഷൈജിൽ എന്നിവരാണ് പിടിയിലായത്. കച്ചേരിക്കടവ് പാലം പണിക്ക് കൊണ്ടുവന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് ഇവർ പിടിയിലായത്. മേഖലയിൽ നിരന്തരം മോഷണം നടക്കുന്നുണ്ടെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണത്തിനായി എത്തിച്ച സാമഗ്രികൾ പല തവണകളായി പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു. SI-മാരായ ജയചന്ദ്രൻ, അശോക് കുമാർ, അലി, ബിജു, ASI ഡാജി, സീനിയർ CPO-മാരായ വിബീഷ്, സതീഷ്, ബിജു, രാധാകൃഷ്ണൻ, പ്രസീത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ്, ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ, കേരള സംസ്ഥാന ശാഖ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഔഷധ ഉദ്യോഗമേള 2024 സംഘടിപ്പിച്ചു. ഫാക്കൽറ്റി ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് കേരള ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ രാജശ്രീ RS ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജയൻ PM മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ റവറന്റ് ഫാദർ മനോജ് മേക്കാടത്ത് അധ്യക്ഷത വഹിച്ചു. നിഷിദ്, VJ ജോജി, ദീപു ദിനേശ്, ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു എന്നിവർ സംസാരിച്ചു. ഫാർമസിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയവർ, B.Pharm, M.Pharm അവസാന വർഷ വിദ്യാർത്ഥികൾ, ഫാം D ഇന്റേൺസ് എന്നിവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഔഷധ നിർമ്മാണ രംഗത്തെ പ്രമുഖ കമ്പനികൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, പ്രമുഖ ചെയിൻ ഫാർമസികൾ എന്നീ മേഖലകളിൽ ഉദ്യോഗത്തിനായുള്ള തെരഞ്ഞെടുപ്പാണ് ഔഷധ ഉദ്യോഗമേളയിൽ സംഘടിപ്പിച്ചത്. വിദേശത്തുള്ള ഫാർമസി ഉപരിപഠനത്തിന്റെ സാധ്യതകളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ വിദഗ്ധർ നയിച്ചു. കൊടകര കാവിൽ മാളിയേക്കൽ MD നാരായണൻ 71 വയസ്സ് അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച 12-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. കൊടകര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്ക് മുൻ ഭരണസമിതി അംഗവുമായിരുന്നു. നിലവിൽ കൊടകര മറ്റത്തൂർ മൾട്ടിപർപ്പസ് സഹകരണ സംഘം പ്രസിഡന്റാണ്. ഭാര്യ പത്മിനി, മക്കൾ ലക്ഷ്മി, യതീന്ദ്രദാസ്, മരുമക്കൾ അജയ്കുമാർ, വിബിത. വാസുപുരം പാലക്കൽ കൊച്ചുകുട്ടിയമ്മ മകൻ നാരായണൻ നായർ 87 വയസ്സ് അന്തരിച്ചു. സംസ്കാരം നടത്തി ഭാര്യ ഒലൂർ ഒട്ടപ്പത്ത് സരോജിനിയമ്മ, മക്കൾ ബീന, ബിന്ദു, ബിജു, ബിനോജ്, മരുമക്കൾ പരേതനായ രവീന്ദ്രൻ, കൃഷ്ണകുമാർ, ജിനിത. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7085 രൂപ, പവന് 56,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര കുന്നത്തൃക്കോവിലിലെ ഷഷ്ഠിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം നടത്തി.
വാസുപുരം ആറേശ്വരം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവം വൃശ്ചികത്തിലെ 30 ശനിയാഴ്ചയായ 16-ന് ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ പ്രമേയമാക്കി കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഒരുക്കിയ ഹ്രസ്വചിത്രം രക്തബന്ധു പുറത്തിറക്കി. കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ കമ്മിറ്റി ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയ വ്യാപാരോത്സവം സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചാലക്കുടി നഗരസഭ 3-ാം വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പാർട്ടി നിർദ്ദേശപ്രകാരം അവസാനിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.